Hi all, welcome to Thread and Needle. അസോർട്ടഡ് ആയിട്ടുള്ള സൽവാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ്. ഫസ്റ്റ് വരുന്നത് ഇക്കത്തിൽ ഓഫ് വൈറ്റ് കളർ ബേസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കോട്ട സിൽക്കിൻ്റെയാണ്. ബ്ലാക്ക് ആണ് കോട്ട സിൽക്ക് നെക്സ്റ്റ് വരുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ഡ് ഐറ്റംസ് ആണ്. ഒരു തെച്ചിക്കോട്ട പേർപ്പിൾ കളറിലാണ് അടുത്ത് വരുന്നത്. തെച്ചിക്കോട്ടയിൽ തന്നെ ഓഫ് വൈറ്റും ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനാണ് അടുത്ത് വരുന്നത്. തെച്ചിക്കോട്ടയിൽ വന്നിരിക്കുന്ന ഈ സെറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റും ഒരു ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. പേസ്ലി ഡിസൈനാണ് ബോഡി പാർട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്നത്. ചെസ്റ്റ് ഏരിയയിലും അതുപോലെ തന്നെ സ്ലീവിലും ഒരേപോലെ തന്നെ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. നല്ലൊരു കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ്. ബ്ലൂ കളറിലുള്ള ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ട സിൽക്ക് മെറ്റീരിയലിലാണ് ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോങ് വ്യൂവിൽ നോക്കുമ്പോൾ 2280 ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. പേർപ്പിളുടെ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. തെച്ചിക്കോട്ടയുടെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള പേർപ്പിളും അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് കുറച്ച് ഡാർക്ക് ടോണിലുള്ള പേസ്ലി ഡിസൈൻസ് ആണ് സ്കാറ്റേഡ് ആയിട്ട് ബോഡി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ പേസ്ലി ഡിസൈൻസിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട കോട്ടയുടെ തന്നെ മെറ്റീരിയലിലുള്ള ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണിത്. 2280 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്ലാക്കിൻ്റെ കൂടെ നല്ലൊരു ഡാർക്ക് പേർപ്പിളിൻ്റെ തന്നെ ടോണാണ് റോസ് ഫ്ലവേഴ്സിന് അരി എംബ്രോയ്ഡറി പോലെ കൊടുത്തിരിക്കുന്നത്. അരി എംബ്രോയ്ഡറി അല്ല, മെഷീൻ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. ഹെംലൈനിൽ നിന്ന് മുകളിലേക്കാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ബോട്ടം വരുമ്പോൾ റോ കോട്ടൺ മെറ്റീരിയലിലാണ്. ദുപ്പട്ട 4 സൈഡ്സിൽ നല്ല ലേസ് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടുള്ള ത്രൂ ഔട്ട് ദ ദുപ്പട്ടയിലും ഒരേപോലെ എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. ഗ്രീനും പേർപ്പിളും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് റോസ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. 2440 റേറ്റിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നൊരു യെല്ലോയിഷ് ക്രീമാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ ലൈറ്റ് ടോൺ ആയിട്ട് വരും. അതിൽ ചെസ്റ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാന്താവ്യൂ പാറ്റേൺ ആണ്. ഒരു പിങ്കും ഗ്രീനും ഒരു കോമ്പിനേഷനാണ് കാന്താവ്യൂ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഔട്ടർ ലൈൻ വന്നിരിക്കുന്ന ഒരു പിങ്കാണ് വരുന്നത്. ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഗ്രീൻ കളറിലും ദുപ്പട്ട വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ കോട്ട സിൽക്കിൽ തന്നെയാണ്. ത്രൂ ഔട്ട് ദുപ്പട്ടയിലും ഒരേപോലെ ഫുൾ ബോർഡറിലും കാന്താവ്യൂ വന്നിട്ട് ബോഡി പാറ്റേണിൽ സ്കാറ്റേഡ് ആയിട്ടാണ് ഈ ഡബിൾ ഷെയ്ഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. പിങ്കും ഗ്രീനും കൂടെയുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. 3080 ആണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട കളേഴ്സ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്